എല്ലാവർക്കും വിൻപ്ലസ് മീഡിയ സംഘടിപ്പിക്കുന്ന USS എക്സാം ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളെയും അടിസ്ഥാനമാക്കി ഓരോ വിഷയത്തിൻ്റെയും മുഴുവൻ അധ്യായങ്ങളിലെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ പരിചയപ്പെടുക, അതുപോലെ മുൻകാല പരീക്ഷാ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുക എന്നതാണ് ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ ക്ലാസ് നോക്കാം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ 4ാമത്തെ അധ്യായമായ ഇന്ത്യ പുതുയുഗത്തിലേക്ക് അഥവാ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും USS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ പരിചയപ്പെടുക, അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ ആദ്യ 3 അധ്യായങ്ങൾ, ആ അധ്യായങ്ങളിൽ നിന്നും USS പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങളെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ആ ക്ലാസുകൾ കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ കാണണമെന്നറിയിക്കുന്നു. അതോടൊപ്പം ഓരോ അധ്യായങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ മനസ്സിലാക്കണമെന്നും അറിയിക്കുന്നു. ഇന്ന് നാം വിശദീകരിക്കാൻ പോകുന്നത് ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ അഥവാ ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഈ അധ്യായത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നതാണ്. ആദ്യം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. These are the important points to understand in this chapter, India towards a new era. First point is, a lot of social evils prevailed in India. In India, there are many social evils prevailed. Rajaram Mohan Roy, Swami Dayananda Saraswati, Jyotirao Phule, Sir Syed Ahmad Khan, Pandita Ramabhai and Swami Vivekananda were the leaders of the Indian Renaissance. So these are the important leaders, these are the important persons. They fought against these social evils and many changes have taken place in India as a result of these leaders. Third point is, it was after the first war of independence in 1857 that nationalism began to develop in India. After 1857 revolt, that is the first war of independence, after that the nationalism began to develop in India. Next, the partition of Bengal was a consequence of the British policy of divide and rule. And the last important point is, Home Rule movement inspired the nationalism or national movement. These are the important points to understand in this chapter. So we can explain about one by one point an important personality and their activities and their organization. അതായത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായ ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ഈ അധ്യായം നാം പഠിക്കുന്ന സമയത്ത് ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പോയിന്റുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ അധ്യായത്തിൽ ചാപ്റ്ററിൽ മുഴുവനായി പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. പണ്ടുകാലത്ത് ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ, തിന്മകൾ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജ്യോതിബറാവ് ഫൂലെ, പണ്ഡിത രമാഭായ്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ തുടങ്ങിയവർ ഇന്ത്യയിൽ നവോത്ഥാന നായകന്മാരായിരുന്നു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ ധാരാളം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന് അത്തരം തിന്മകൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ച് ആ തിന്മകൾ നീക്കം ചെയ്യാൻ മുന്നോട്ട് വന്ന നവോത്ഥാന പുതിയ ഒരു യുഗത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ പറയുന്ന ആളുകളെല്ലാം. പിന്നീട് മറ്റൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ദേശീയത എന്ന് പറയുന്ന ആശയം, ഒരു രാജ്യം, എല്ലാ ജനങ്ങളും ആ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലുള്ള ആ ഒരു ദേശീയത എന്ന് പറയുന്ന ആ ഒരു ധാരണ വളർന്നു വന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്.
അതുപോലെ മറ്റാണ് ബംഗാൾ വിഭജനം നടന്നത്. അപ്പോൾ ബംഗാൾ വിഭജനം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ബംഗാൾ വിഭജനം ഇന്ത്യയിൽ നടന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഇന്ത്യ കീഴടക്കാനുള്ള അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പിന്നീടൊന്നാണ് ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകിയത് പ്രധാനമായും ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഹോം റൂൾ പ്രസ്ഥാനം, അതിൻ്റെ ആളുകൾ ആരൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ടാവും. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായം നമ്മൾ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ. ആദ്യം ഈ അധ്യായത്തെ നമുക്ക് 2 ഭാഗമാക്കി മാറ്റാം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ധാരാളം സാമൂഹിക തിന്മകൾ, സോഷ്യൽ ഇവിൾസ്, സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ഈ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യം, അതിന് പ്രേരകമായ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു, ആരൊക്കെയായിരുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കൾ, റിഫോമേഴ്സ് ആരൊക്കെയായിരുന്നു, അതുപോലെ ആ റിഫോമേഴ്സിൻ്റെ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ഏതെല്ലാമായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം നമുക്ക് ഈ റിഫോം മൂവ്മെൻറ്റിൻ്റെ, റിഫോമേഴ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, അതായത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അതിനുവേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളുടെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഇന്ത്യ ഒരു പുതുയുഗത്തിലേക്ക് മാറുന്ന സാഹചര്യം, അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോയുടെ ഭാഗമായി ഒന്നാമത്തെ ഭാഗം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിവിധ രീതിയിലുള്ള സോഷ്യൽ ഇവിൾസ് അഥവാ സാമൂഹിക അനാചാരങ്ങൾ, തിന്മകൾ നിലനിന്നിരുന്നു. അപ്പോൾ ഏതെല്ലാമായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സാമൂഹിക അനാചാരങ്ങൾ, തിന്മകൾ എന്ന് നോക്കാം. ഒന്ന് നോക്കുക, ശൈശവ വിവാഹം, അതായത് ചൈൽഡ് മാരേജ്, വിധവാ വിവാഹ നിഷേധം, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, നരബലി, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അപ്പോൾ മനുഷ്യനെ ബലിയർപ്പിക്കുന്നൊരു ചടങ്ങ്, ഹ്യൂമൻ സാക്രിഫൈസ്, പെൺ ശിശുഹത്യ, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, ജനിക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അതിനെ ആ ഒരു സമയത്ത് തന്നെ കൊല്ലുന്നൊരവസ്ഥ, അടിമത്തം, സ്ലേവറി. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സാമൂഹിക തിന്മയായിരുന്നു കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. ഇത്രയും സോഷ്യൽ ഇവിൾസ് നമ്മുടെ നാട്ടിൽ പ്രിവൈൽ ചെയ്തിരുന്നു, നിലനിന്നിരുന്നു. അപ്പോൾ ഇതിനെതിരെ പോരാടിയ വ്യക്തികൾ, മാറ്റങ്ങൾക്ക് വേണ്ടി, പരിഷ്കരണങ്ങൾക്ക് വേണ്ടി, റിഫോർമേഷന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അവരെയാണ് നമ്മൾ റിഫോമേഴ്സ്, അതേപോലെ പരിഷ്കർത്താക്കൾ, നവോത്ഥാന നായകന്മാർ എന്ന് വിളിക്കുന്നത്. അവരെക്കുറിച്ചാണ് പ്രധാനമായും ഇന്നത്തെ ഈ എപ്പിസോഡ് 1 പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനീതികൾക്കെതിരെ, സോഷ്യൽ ഇവിൾസിനെതിരെ ഒരുപാട് വ്യക്തികൾ നിരന്തരമായ സമരങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി സാമൂഹിക അനീതികൾക്കെതിരെ, സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ, സോഷ്യൽ ഇവിൾസിനെതിരെ പോരാടിയ 6 പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വിശദീകരിക്കുന്നത്. നോക്കാം. അതിൽ ഒന്നാമത്തെ വ്യക്തി രാജാറാം മോഹൻ റോയ്, രണ്ടാമത്തെയാൾ സ്വാമി ദയാനന്ദ, 3 ജ്യോതിബറാവ് ഫൂലെ, 4ാമത്തെ വ്യക്തി പണ്ഡിത രമാഭായ്, 5 സർ സെയ്ദ് അഹമ്മദ് ഖാൻ, 6ാമത്തെ വ്യക്തി സ്വാമി വിവേകാനന്ദൻ. ഈ 6 വ്യക്തികളുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻ, സംഭാവന എന്തായിരുന്നു
എന്നുള്ളതാണ് നാം വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമതായി രാജാറാം മോഹൻ റോയ്. നോക്കാം അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ 19-ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാൻ പ്രേരകമായതെന്തെല്ലാമായിരുന്നു? By the 19th century, a number of reform movements had sprung up in India against the prevailing social evils. What things that led to these movements, reform movements? This is the first question here. ആൻസർ നോക്കാം. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹിക അവബോധവുമാണ് റിഫോം മൂവ്മെൻറ്റ്സ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണം. അതായത് റാഷണാലിസം ആൻഡ് ദി സോഷ്യൽ കോൺഷ്യസ്നസ് created by English education. This is the important things that led to the emergence of or development of social reform movements in India. ഇവിടെ രണ്ടാമത്തെ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ 19-ാം നൂറ്റാണ്ടോടെ രൂപം കൊണ്ട അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പൊതു സ്വഭാവം എന്തായിരുന്നു? What were the general characteristics of the many reform movements that emerged in India in the 19th century against the prevailing customs or prevailing evils? ഉത്തരം നോക്കാം. Opposition to superstitions, evils, women's freedom, the spread of education, and a sense of pride in ഇന്ത്യൻ കൾച്ചർ. അതായത് അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം, ഈ കാരണങ്ങളാണ് എല്ലാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പൊതു കാഴ്ചപ്പാടായി രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. Rajaram Mohan Roy was mainly against some of the customs or social evils that existed in India. രാജാറാം മോഹൻ റോയ് പ്രധാനമായും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് അനാചാരങ്ങളെയായിരുന്നു എതിർത്തിരുന്നത്? ഉത്തരം നോക്കാം. അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് സതി, ശൈശവ വിവാഹങ്ങൾക്കെതിരെയും അതേപോലെ സതി എന്ന സമ്പ്രദായത്തിനെതിരെയുമായിരുന്നു രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ഹു വാസ് ദി ബ്രിട്ടീഷ് ഗവർണർ ഹു അബോളിഷ്ഡ് ദ പ്രാക്ടീസ് ഓഫ് സതി ആസ് എ പാർട്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്? രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സതി എന്ന അനാചാരം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? ഉത്തരം നോക്കാം. ബ്രിട്ടീഷ് ഗവർണറായിരുന്ന സർ വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആണ് സതി എന്ന സമ്പ്രദായം നിർത്തലാക്കിയത്. അദ്ദേഹം അത് നിർത്തലാക്കാൻ പ്രേരകമായ പ്രവർത്തനങ്ങൾ, അതിന് ലീഡർഷിപ്പ് നൽകിയത് ഇന്ത്യയിൽ രാജാറാം മോഹൻ റോയ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദി ഓർഗനൈസേഷൻ സെറ്റപ്പ് ബൈ രാജാറാം മോഹൻ റോയ് ഇൻ ഇന്ത്യ ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ് അഗെയിൻസ്റ്റ് ദി സോഷ്യൽ ഈവിൾസ്? തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? ഇതാണ് ചോദ്യം. ഉത്തരം ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം എന്ന സംഘടനയായിരുന്നു രാജാറാം മോഹൻ റോയ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ചത്. 1828 അതാണ് അതിൻ്റെ വർഷം. ആ വർഷം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടി 1828 എന്ന് ഓർത്തു വെക്കുക. ബ്രഹ്മസമാജം 1828. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജാറാം മോഹൻ റോയ് ബിലീവ് ദാറ്റ് ദിസ് വാസ് ദി മെയിൻ റീസൺ ഫോർ ദി ഡിസ്യൂണിറ്റി അമംഗ് ദി ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിനു കാരണം പ്രധാനമായും എന്തായിരുന്നു എന്നാണ് രാജാറാം മോഹൻ റോയ് വിശ്വസിച്ചിരുന്നത്? ഉത്തരം ജാതി സമ്പ്രദായം, ജാതി വ്യവസ്ഥ.
കാസ്റ്റ് സിസ്റ്റമായിരുന്നു പ്രധാനമായിട്ടും രാജാറാം മോഹൻ റോയ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് കാരണമായി കണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ, ഇന്ത്യൻ റിനൈസൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. നെക്സ്റ്റ്, സ്വാമി ദയാനന്ദ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനീതികൾക്കെതിരെ സ്വാമി ദയാനന്ദയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാമി ദയാനന്ദ സരസ്വതി മെയിൻലി അഡ്രസ്ഡ് സം ഓഫ് ദി കസ്റ്റംസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. സ്വാമി ദയാനന്ദ സരസ്വതി പ്രധാനമായും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് അനാചാരങ്ങളെയായിരുന്നു എതിർത്തിരുന്നത്? ഉത്തരം കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടംഡ് ഐഡൽ വർഷിപ്പ്. ജാതി സമ്പ്രദായത്തെയും അതുപോലെ വിഗ്രഹാരാധനയെയുമാണ് പ്രധാനമായും സ്വാമി ദയാനന്ദ സരസ്വതി എതിർത്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി ഇൻ ഇന്ത്യ ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്? തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട സംഘടന ഏതായിരുന്നു? ഉത്തരം ആര്യസമാജം. ആര്യസമാജമായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി, സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനായി പ്രധാനമായും രൂപീകരിച്ച സംഘടന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് വാട്ട് സ്വാമി ദയാനന്ദ സരസ്വതി കാൾഡ് ഓൺ ദി പീപ്പിൾ ടു യുണൈറ്റ് എമംഗ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്തായിരുന്നു? ആൻസർ നോക്കാം. ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ് ദയാനന്ദ സരസ്വതി ജനങ്ങൾക്ക് നൽകിയ ആഹ്വാനം. അതായത് ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം നൽകിയ ആഹ്വാനം ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക. മൂന്നാമത്തെ വ്യക്തി ജ്യോതിറാവ് ഫൂലെ. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. Who was the reformer who promoted the marriage of widows and opposed the caste system as a part of the activities of the reform movement in India? ഇന്ത്യയിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ആരായിരുന്നു? ആൻസർ ജ്യോതിറാവ് ഫൂലെ. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ജ്യോതിറാവ് ഫൂലെ ആർഗ്യൂഡ് അബൌട്ട് എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസത്തെക്കുറിച്ച് ജ്യോതിറാവ് ഫൂലെ വാദിച്ചത് എന്തായിരുന്നു? ആൻസർ നോക്കാം. പ്രൊവൈഡ് കമ്പൾസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ അപ് ടു 12 years of age, emphasize the education of the underprivileged and women. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക, അധസ്ഥിത വിഭാഗത്തിനും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ഇതായിരുന്നു ജ്യോതിറാവ് ഫൂലെ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഓർഗനൈസേഷൻ ദാറ്റ് ജ്യോതിറാവ് ഫൂലെ ഫൗണ്ടഡ് ഇൻ ഇന്ത്യ ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്? തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ജ്യോതിറാവ് ഫൂലെ ഇന്ത്യയിൽ സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? ഉത്തരം സത്യശോധക് സമാജ്. അടുത്ത വ്യക്തി പണ്ഡിത രമാഭായ്. ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൂ ബിക്കെയിം ദി റിനൈസൻസ് ഹീറോയിൻ ഹൂ വർക്ക്ഡ് ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി വിഡോസ് ആൻഡ് വുമൻസ് എഡ്യൂക്കേഷൻ? വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ നവോത്ഥാന നായിക ആരായിരുന്നു? ഉത്തരം പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായിയാണ് സ്ത്രീകളുടെയും വിധവകളുടെയും
പ്രയാസങ്ങൾക്ക് വേണ്ടി പ്രധാനമായും മുന്നോട്ട് വന്നത്? അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ വാസ് ഫൗണ്ടഡ് ബൈ രമാഭായ് ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൻ? സ്ത്രീകളുടെ ഉന്നമനത്തിനായി രമാഭായ് സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? ആൻസർ ആര്യ മഹിളാസഭ. ആര്യ മഹിളാസഭയാണ് രമാഭായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ഥാപിച്ച സംഘടന. അടുത്ത വ്യക്തി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹു വാസ് ദി ഹീറോ ഓഫ് ദി റിനൈസൻസ് ദാറ്റ് പ്രൊമോട്ടഡ് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു മുസ്ലിം വിഭാഗത്തിനിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഫൗണ്ടഡ് ബൈ അഹമ്മദ് ഖാൻ ടു പ്രൊമോട്ട് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നേടിക്കൊടുക്കാൻ അഹമ്മദ് ഖാൻ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം നോക്കാം. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് വാസ് ലേറ്റർ റീനെയിംഡ് ആസ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇദ്ദേഹം സ്ഥാപിച്ചത്. പിന്നീട് ഈ സ്ഥാപനം അലിഗഡ് യൂണിവേഴ്സിറ്റി, മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഹമ്മദ് ഖാൻ സ്പോക്ക് അബൌട്ട് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അഹമ്മദ് ഖാൻ ഒരുപാട് തവണ വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഇദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? ആൻസർ നോക്കാം. ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് live by breathing the air of India and drinking the waters of the Gangas and the Yamuna. We both eat what is produced in the soil of India. We are together in life and death. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ച് ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇതായിരുന്നു അഹമ്മദ് ഖാൻ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പ്രധാനമായും പറഞ്ഞിരുന്നത്. അടുത്തത് സ്വാമി വിവേകാനന്ദ. ഇദ്ദേഹത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹു വാസ് ദ റിഫോമർ ഹു ഒപ്പോസ്ഡ് കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് വുമൻസ് എഡ്യൂക്കേഷൻ? ജാതീയമായ ഉച്ചനീതിത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ, റിഫോമർ ആരായിരുന്നു? ആൻസർ സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദയാണ് ജാതീയമായ അസമത്വങ്ങളെ എതിർക്കുകയും അതോടൊപ്പം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് സ്വാമി വിവേകാനന്ദ വാസ് സെഡ് ദാറ്റ് ദ എംഫസിസ് വാസ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്? വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്തായിരുന്നു? ആൻസർ നോക്കാം. ദ ഓൺലി ഹോപ്പ് ഓഫ് അവർ മദർലാൻഡ് ഈസ് ദ യൂണിയൻ ഓഫ് ദ ടു ഗ്രേറ്റ് സിസ്റ്റം ഓഫ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇതായിരുന്നു സ്വാമി വിവേകാനന്ദൻ വിശ്വസാഹോദര്യത്തിനു വേണ്ടി, രാജ്യത്തെ ഐക്യം നിലനിർത്താൻ വേണ്ടി പ്രധാനമായും പറഞ്ഞിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹു വാസ് ദ ഗുരു ഓഫ് സ്വാമി വിവേകാനന്ദ? സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു? ഉത്തരം ശ്രീ രാമകൃഷ്ണ പരമഹംസ. അടുത്ത ചോദ്യം. വിച്ച് ഓർഗനൈസേഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ സ്വാമി വിവേകാനന്ദ ടു സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഹിസ് ഗുരു? തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സംഘടന ഏതായിരുന്നു? ഉത്തരം രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷനാണ്
സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ സ്ഥാപിച്ചത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ അധ്യായത്തെ നമ്മൾ രണ്ടായി തരംതിരിച്ചു. അതിലെ പാർട്ട് 1 ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും അവരുടെ പ്രവർത്തനങ്ങളും, റിഫോം മൂവ്മെൻറ്റ്സ്, റിഫോമേഴ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് ദാറ്റ് എമേർജ്ഡ് അഗെയിൻസ്റ്റ് ദി സോഷ്യൽ ഈവിൾസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. 6 വ്യക്തികളും അവരുടെ പ്രവർത്തനങ്ങളും, അവർ ഇന്ത്യയിൽ തിന്മകൾക്കെതിരെ ഏത് നിലയിലാണ്, ഏതെല്ലാം തിന്മകൾക്കെതിരെ ആരെല്ലാമാണ് പ്രവർത്തിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന കാര്യം, ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ റിഫോമേഴ്സ്, അതായത് പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ജനതയിൽ മാറ്റങ്ങളുണ്ടാകുന്നു. ദേശീയ ബോധം വളർന്നു വരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംഘടിതമായ രീതിയിൽ രാജ്യം മുന്നേറുന്നു. അതായത് രാജ്യത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളിൽ നിന്നും ജനങ്ങൾ മുക്തമായിക്കൊണ്ട് സംഘടിത മനോഭാവത്തോടു കൂടി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുന്നു. രാജ്യത്ത് എല്ലാവരും ഒന്നാണ്, ജാതി മത വർഗ ഭേദ വ്യത്യാസമന്യേ എല്ലാവരും ഒന്നാണ്. അതാണ് ദേശീയത, നാഷണാലിസം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് ജനങ്ങളെല്ലാവരും മാറുന്നു. ആരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്? ഈ പറഞ്ഞ വ്യക്തികളുടെ, റിഫോമേഴ്സായിട്ടുള്ള പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്ത് ഇന്ത്യൻ ജനതയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു. അതെന്തെല്ലാമാണ്, ഏതെല്ലാം രീതിയിലാണ് എന്നതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന USS, അതുപോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഭാഗമായ മുഴുവൻ കുട്ടികൾക്കും മറ്റു എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു.